പിണറായി ഞാൻ വിളിക്കാറില്ല, പേര് മിസ്റ്റർ വിജയൻ. അയാളുടെ വ്യക്തിപരമായ റൈവൽറിയാണ്. അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരാളല്ല. ഈ ലാവലിൻ കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ വിട്ടുകൊടുക്കും. വാസ്തവത്തിൽ അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്ററാണെന്ന് പറയുന്നത്, നത്തിങ് മോർ. അയാളൊന്നും ഒരിക്കലുമായൊരു പൊളിറ്റീഷ്യനല്ല. ഇവിടെ വന്നിട്ട് AKG ജേർണലിസം വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തുപറമ്പിൽ മത്സരിക്കണം. അച്ഛൻ വന്നിട്ട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാതെ വിജയന് കൊടുക്കണം. AKGക്ക് അത് ഇഷ്ടമായില്ല. ബൂത്ത് കയ്യേറി പിടിച്ചിട്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരെയും മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നിട്ടാണ് ഈ ചെറിയ വോട്ടെന്നിട്ട് ജയിച്ചത്. അതുകൊണ്ട് ഇയാളൊന്നും ഒരിക്കലും ഒന്നല്ല ഒരു നേതാവല്ല ഇയാൾ. AKG ആദ്യമായും അവസാനമായും തലകുനിക്കേണ്ടി വന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഈ ചട്ടത്തിൻ്റെ മേലെയാണ്. ഇയാളുടെ മകളെ വിട്ടുകൊടുക്കും, ഇയാളുടെ ഭാര്യയും ഇയാൾ വിട്ടുകൊടുക്കും. കാരണം അയാൾക്ക് രക്ഷപ്പെടാനാണ്. കാരണം അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ വേറെ ഒരു സാധനവും അയാൾക്കില്ല. നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് വൈസ് സർവേ നടത്തിയെങ്കിൽ ഇയാൾക്കിടെ 0 മാർക്ക് താടിയായിരിക്കും, 0-ന് താടിയായിരിക്കും. നിങ്ങളീ പുറത്ത് പിണറായി വിജയൻ ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായ സാധനം മാത്രമേ അയാൾ ചെയ്യുള്ളൂ. ഈ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും, ബാബു സാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ്. ഇയാളുടെ കൂടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കരുത്. അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിയുമോ എന്നുള്ള ഭയമാണ്. CPM പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഇയാളോട് സംസാരിക്കാൻ ധൈര്യമുള്ള ആരും AKGനെ കമ്മിറ്റിക്കകത്തിൻ്റെ ഇരുത്തി പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സെല്ലാം കണ്ട ആളാണ്. AKGൻ്റെ നെഞ്ചിന് വിരൽ ചൂണ്ടി സംസാരിച്ച് വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീട് പിണറായിയുള്ള വീടിൻ്റെ പിൻഭാഗത്ത് ആണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇവിടെ എന്നോടൊപ്പമുള്ളത് പിണറായി വിജയൻ്റെ ക്രൂരമായ നടപടിക്ക് വിധേയമായി വെട്ടേറ്റ് ഇപ്പോൾ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഷാജി പാണ്ഡ്യാലയുടെ അടുത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, പിണറായി വിജയനെക്കുറിച്ച് ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷാജി പാണ്ഡ്യാല. ദൈവം കടാക്ഷിച്ച് ജീവൻ തിരിച്ചു നൽകിയിട്ടുള്ള ഒരു അപൂർവ വ്യക്തി. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. നമസ്കാരം. അതായത് കേട്ടറിവുള്ള ഷാജി പാണ്ഡ്യാലയാണ് എനിക്കുള്ളത്. ഫോണിലൂടെ മാത്രം എന്താ ഇപ്പോൾ നേരിട്ട് വന്നിരിക്കുകയാണ്. അങ്ങയുടെ ആ ലൈഫ് ഉണ്ടല്ലോ, എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ആ ലൈഫ്, താങ്കൾക്ക് എങ്ങനെയാണ് ലൈഫ് തിരിച്ചു കിട്ടിയത് പിണറായി വിജയൻ്റെ ക്രൂരമായ ഒരു വേട്ടയ്ക്ക്? അതൊന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ആധുനിക വൈദ്യശാസ്ത്രം. 2, സറണ്ടർ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആത്മബലം എന്ന് പറയുന്നത്, ഫൈറ്റ് ചെയ്യണം എന്ന് പറയാവുന്ന ഒരു സംഭവം. അത് ഇൻബോൺ ടാലൻ്റാണ്, വേണമെങ്കിൽ ജെനറ്റിക്കലാണെന്ന് പറയാം. ആ ജനിതകമായ സംഭവം കൂടി വന്നതുകൊണ്ടാണ് ശരിക്കും ഞാൻ തിരിച്ചു വന്നു എന്ന് മാത്രമേ, മരിക്കാതെ ജീവിച്ചതിനേക്കാൾ പ്രധാനം ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് പിന്നെ ആശുപത്രി കിടന്നതിന് ശേഷം ബോധം തെളിഞ്ഞപ്പോൾ ഏതാണ്ട് കുറേ കാലത്തേക്ക് എനിക്ക് മെമ്മറി കംപ്ലീറ്റ് ഔട്ടായിപ്പോയി. ഒരാളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഓർമ്മയെ ഞാൻ തിരിച്ചു പിടിക്കുന്നത്. ആ തിരിച്ചു പിടിച്ചതോടുകൂടിയാണ് ശരിക്ക് അതുവരെ മുഴുവൻ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്ന പാറ തെറിയായിരിക്കും ഞാൻ വിളിക്കുക. അതാരാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഈ ICUവിനകത്ത് നിന്ന് സെമി ICUവിലേക്ക് മാറ്റി കിടന്നപ്പോൾ എൻ്റെ കൺമുമ്പ് തന്നെ എത്രയോ ആളുകൾ ഇങ്ങനെ പൊങ്ങി വരും, അവർ പിന്നെ വീഴും. അപ്പോൾ ശരിക്കും ആക്ച്വലി എന്താ പറഞ്ഞാൽ ലാസ്റ്റ് ബ്രീത്ത് എടുക്കാനുള്ള ഇവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അവർ മരിക്കും. ഈ മരിക്കുന്ന സമയത്തെല്ലാം ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് അറിയില്ല വാസ്തവത്തിൽ ഇവർ മരിക്കുന്നതാണ്. അത്രമാത്രം എന്താ പറയുക, നമ്മളെ ഒരു പിന്നെ മെൻ്റലി റിട്ടാർഡഡ് ആയി പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അത്രയും ക്രൂരമായ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ എനിക്ക് മർദ്ദനം കൊണ്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും എൻ്റെ മെമ്മറി എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വണ്ടറാണ് എനിക്ക് ശരിക്കും ഇപ്പോഴും ശരിക്കും. താങ്കൾക്കുണ്ടായ മർദ്ദനം എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് വിവരിക്കാമോ? അതിനു വേണ്ടി എന്താണ് അതിനകത്തൊരു ഒരു സംഭവം മാത്രം, അതൊന്നും ഇയാളുടെ പേഴ്സണൽ റൈവലറിയാണ്. വ്യക്തി പിണറായി എന്ന് പറയാം, പിണറായി ഞാൻ വിളിക്കാറില്ല, പേര് മിസ്റ്റർ വിജയൻ. അയാളുടെ വ്യക്തിപരമായ റൈവലറിയാണ്. 2 വിഷയമാണ് അതിനകത്ത്. ഒന്ന്, ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് നിങ്ങളിപ്പോൾ CPIMൻ്റെ ഒരു ലീഡേഴ്സ് നിങ്ങളെടുക്കുക, ഒരാൾ ഈ പിണറായി നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്, ഒറ്റൊരാൾ, ഈവൻ നോട്ട് ഈവൺ എ സിംഗിൾ പേഴ്സൺ ഇടുന്നു വരില്ല. ഈ വരാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് ഇഷ്ടമല്ല. മുഴുവൻ ആളുകളും ഇയാളെ താഴെയോ ഇയാൾ തന്നെ തറയാണ്, അതിനേക്കാൾ തറയായ അവസ്ഥയിലുണ്ടായിരിക്കുന്ന ആളുകളെ ബോധപൂർവ്വം നിർമ്മിക്കുക എന്നല്ലാതെ മറ്റൊരു തരത്തിലേക്കും അയാൾ ഒരു പാർട്ടിക്കകത്തേക്ക് ഒരു ഗുണപരമായ അർത്ഥത്തിൽ കോൺട്രിബ്യൂഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനൊന്നും ഇല്ലാതായി പോയിരിക്കുന്ന ഒരാൾ വാസ്തവത്തിൽ അതുകൊണ്ടാണ് അയാൾ ഒരു വെറും ഗാങ്സ്റ്ററാണെന്ന് പറയുന്നത്.
നത്തിങ് മോർ. അയാളൊന്നും ഒരിക്കലുമായൊരു പൊളിറ്റീഷ്യനല്ല. ഒരു വലിയ നുണകളുടെ കൂമ്പാരം ഉണ്ടാക്കുകയും ഇല്ലാത്ത ഫോർജ്ഡ് ആയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ബലൂണാണ് വാസ്തവത്തിൽ അയാൾ. അങ്ങേയറ്റം ഇന്നഫിഷ്യൻ്റായ, അങ്ങേയറ്റം വീക്കായ, അങ്ങേയറ്റം ക്വാഡായ, അങ്ങേയറ്റം ഇൻഹ്യൂമനായ, അങ്ങേയറ്റം അൺകൾച്ചേർഡ് ആൻഡ് അൺസിവിലൈസ്ഡായ ഒരാളെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ആളുടെ പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. വേറൊരാൾ ഇത്ര അബദ്ധവും തല്ലിപ്പൊളിയായിരിക്കും ഒരാളുണ്ടാവില്ല. അപ്പോൾ അയാളുടെ ഒരു എന്താണെന്ന് നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആ എക്സ്പോസിഷനെ അയാൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോഴാണ് അത് പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെ ശരിപ്പെടുത്തി കളയാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മിക്കവാറും സംഭവങ്ങളുടെ ഈ പിണറായി നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർട്ടിയറായി മാറുന്നത് ഞാൻ അങ്ങനെയാണ്. താങ്കൾ അദ്ദേഹത്തിന് താങ്കൾ ഒരു ശത്രുവായി മാറുന്നതിന് താങ്കളുടെ പിതാവാണല്ലോ അദ്ദേഹത്തെ പഠിപ്പിച്ചു വളർത്തി എന്ന് പറയുന്നൊരു സംഭവമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ശത്രുവായി തീർന്നത് എങ്ങനെ? അതിതാ ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരാളല്ല. ഒരാളുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ ഈ ലാവലിൻ കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇയാൾ തെറ്റിയാൽ ഇയാളുടെ മകളെയും ഇയാൾ ഒറ്റുകൊടുക്കും, ഇയാളുടെ മകളെ ഒറ്റുകൊടുക്കും, ഇയാളുടെ ഭാര്യയും ഇയാൾ ഒറ്റുകൊടുക്കും. കാരണം വെച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാനാണ്. ഇവരൊന്നുമില്ല അയാളുടെ മുമ്പിൽ അങ്ങനെ തരത്തിലുണ്ടാക്കുന്ന ഒരു ബന്ധങ്ങളും അയാൾക്കില്ല. കാരണം അയാൾക്ക് സർവൈവ് ചെയ്യണമെന്നല്ലാതെ വേറെ ഒരു സാധനവും അയാൾക്കില്ല. നിങ്ങൾ ഒരു അയാളുടെ ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾ അയാൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് നിങ്ങൾ കേരളത്തിൽ കാണിച്ചത് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചത് പറ്റുമോ? നിങ്ങൾ കമ്മിറ്റിയിലൂടെ കമ്മിറ്റിയിലെല്ലാം റബ്ബർ സ്റ്റാമ്പായിട്ട് ആൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ഏതാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ജസ്റ്റ് ഒരു കിലോമീറ്റർ, ഒറ്റ കിലോമീറ്റർ ഇടും. അനുശ്രീ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചക്കകത്ത് പോലും ആ പെൺകുട്ടിക്ക് വളരെ ഗൗരവകരമായി ഒരു പൊളിറ്റിക്സ്, സ്വന്തം സംഘടനയുടെ പൊളിറ്റിക്സ് പോലും ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് അപ്പം തന്നെ കൊണ്ടൊരു സ്റ്റേറ്റ് പ്രസിഡൻ്റെ പോസ്റ്റിലേക്ക് അങ്ങ് ഇരുത്തുക. അപ്പോൾ ഇത് ഇരുത്തുമ്പോൾ വരുന്നൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ അവരങ്ങ് എന്തുവായി എന്ന് അവരങ്ങ് ധരിക്കലാണ്. അവർക്ക് പാർട്ടി അറിയില്ല, അവർക്ക് സംഘടന അറിയില്ല, എന്താണ് യൂണിറ്റ് കമ്മിറ്റി എന്നറിയില്ല, എന്താണ് ഏരിയ കമ്മിറ്റി എന്നറിയില്ല, ഒന്നും അറിയില്ല കുട്ടിക്ക്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ആക്ഷേപിക്കാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആളെ എടുത്തുകൊണ്ടുവന്ന് അവർ ഭയങ്കരമാണെന്ന് പത്രങ്ങൾക്കകത്ത് സ്ഥാപിക്കുക. അതിനായി കുറേ വാഴ്ത്തുപാട്ടുകാരെ ഇയാൾ സംഘടിപ്പിക്കും. താങ്കളുടെ അറിവിൽ പിണറായി വിജയൻ വളർന്നു മുതലുള്ള ഒരു ചരിത്രം ഒന്ന് പറയാമോ? താങ്കളുടെ പിതാവുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? അല്ല, അത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അതൊരു കാര്യം എന്താ പറഞ്ഞാൽ താങ്കളുടെ പിതാവ് ഒരു അധ്യാപകനാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് അതാണ്ട് ജസ്റ്റ് തറവാട് വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണ് ഇയാളുടെ വീട്. മുണ്ടയിൽ തറവാട് എന്ന് പറഞ്ഞൊരു വീട്ടിൽ ഇയാൾ പിറക്കുന്നത്. അപ്പോൾ അമ്മയാണ് ഇയാളെ ശാരദാവില സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഇയാളുടെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങി പിന്നീട് ഒരു കുട്ടി, അതായത് ഒരു ഗ്രാമപ്രദേശത്തിനകത്തെ തല്ലിപ്പൊളിയായിരിക്കുന്നൊരു കുട്ടിയുടെ എന്തെല്ലാം അബദ്ധങ്ങൾ ഒരു കുട്ടി ചെയ്യുമോ അതെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു കക്ഷിയാണ്. മറ്റെല്ലാ കുട്ടികളെയും പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് മറ്റു കുട്ടികളുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇയാൾ വളരുകയും വലുതാവുകയും ചെയ്തു. ഇങ്ങനെ വലുതാവുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഇത് കഴിഞ്ഞു. പെരശ്ശേരി സ്കൂളിലേക്ക് പോകുന്നു. ആ പെരശ്ശേരി സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഒരു തവണ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കാണ് ഈ KSF എന്നും പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. ആ സംഘടനയുടെ ഭാഗമായി ഇയാൾ മാറിയപ്പോൾ അന്ന് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾ, ഇടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്രം വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇയാൾ ഒരു സംഘടനയുടെ ഇതെല്ലായിട്ടങ്ങ് വരുന്നു. പക്ഷേ വന്നിരിക്കുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അതാത് സ്ഥലങ്ങൾക്കകത്തെ പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ചെയ്തിട്ട് പോലും ഇപ്പോൾ പെരളശ്ശേരി സ്കൂളിനകത്ത് നിന്ന് ഇയാൾ SSLC പാസ്സാവുന്നു. പാസ്സായി കഴിഞ്ഞാൽ ബ്രണ്ടൻ കോളേജിലേക്ക് ഇയാൾ പോകുന്നു. ആ പോകുന്ന ഘട്ടത്തിലാണ് പെരളശ്ശേരി സ്കൂളിനകത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 8-10ഓളം വരുന്ന അധ്യാപികമാരെയും ഇയാൾ പൂട്ടിയിടുന്നൊരു സംഭവമുണ്ട്. പൂട്ടിയിട്ടു. അപ്പോൾ പൂട്ടിയിട്ടതിനകത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ടീച്ചർ എന്നാരാന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ മാനേജറായിരുന്ന പെരളശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റുമായിരുന്ന അനന്താട്ടൻ്റെ ഭാര്യ കാർത്തിയാൻ ടീച്ചറെയാണ്. കാർത്തിയാൻ ടീച്ചറാണ് അന്ന് ഗർഭിണിയായിരുന്നത്. എൻ്റെ വീടിനകത്ത് ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കുന്ന വേറൊരു ടീച്ചർ, സൈഡ് ടീച്ചർ. അതുപോലെ ഇവിടുന്ന് കുറച്ച് ഏതാണ്ട് ഒരു കിലോമീറ്റർ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരാവുന്ന വായത്തെ ശാന്ത ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ, AKGയുടെ മരുമകനായിരിക്കുന്ന വിജയരാഘവൻ മാഷ് ഉൾപ്പെടെയുള്ള കക്ഷിയിലായി വന്ന് പൂട്ടിയിടുന്നത്. അപ്പോൾ ഇത് പൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു. ആ ഇടപെട്ടപ്പോഴാണ് ഇവൻ കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാണ് ഇവൻ കൊണ്ടുപോയി കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നേ. അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിംബോളിക്കായ സംഭവമാണ്. നിങ്ങൾ എത്ര ഇൻഹ്യൂമൻ, എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ എന്നുള്ളത്. എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ പഠിച്ച സ്കൂളിനകത്ത് ഒരു ടീച്ചർ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ബാത്റൂം പോകാൻ മൂത്രമൊഴിക്കാൻ സമയം സമ്മതിക്കാതെ പൂട്ടിയിട്ട് നിറഗർഭിണിയാക്കുന്ന അവർക്ക് മൂത്രമൊഴിക്കാൻ കുപ്പി കൊടുക്കുക. നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ എന്താ പറയുക അങ്ങേയറ്റം ക്രൂരമായ
ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുള്ള കക്ഷിയാണിവൻ, ഇതുള്ള ആളാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കുന്ന സംഭവം. ഈ ആളിൽ നിന്ന് നിങ്ങൾ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ സാധനത്തിലേക്കാണ് ഈ SFI എന്ന് പറയുന്ന സംഭവത്തെ ഇയാൾ തിരിച്ച് നടത്തിപ്പിച്ചത്. SFI എന്ന് പറയുന്ന സംഭവത്തെ ഞാനിപ്പോൾ SFIയുടെ വളരെ കാര്യമായി പിന്നെ കുഴപ്പമില്ലാതെ ഒരാളായിട്ട് നടന്നു വന്നിട്ടുള്ള ഒരാളാണ്. നമ്മളതിനകത്ത് പഠിക്കുക, വളരുക, വലുതാവുക എന്ന് പറയുമ്പോൾ നന്നായി വായിക്കണം, നന്നായി പഠിക്കണം, നന്നായി രാഷ്ട്രീയം പറയണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എത്രമാത്രം അൺസിവിലൈസ്ഡായി വളരാനുള്ള സ്പേസ് ഉള്ളൂ, ആ സ്പേസാണ് ഇയാൾ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നത്. ഈ നിർമ്മിച്ചു തന്നിരിക്കുന്ന സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ പന പോലെ വളരുകയാണ്. ആ വളർന്നതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു ഒരു 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 ആ കുട്ടിയെ അടിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു നാണവുമില്ലാതെ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ്? കുട്ടിയുടെ രക്ഷിതാവ് പോയിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ CBIക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ CBIക്ക് ഇയാൾ വിട്ടതിൻ്റെ കാരണം എന്താണ്? ഞാനതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾക്കൊരു കൊച്ചുമോനുണ്ടല്ലോ, അതായത് ഇയാളുടെ മകൾ വീണയുടെ കൊച്ചുമോൻ. ആ കുട്ടിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇയാൾ സത്യത്തിൽ ഈ സാധനം CBIക്ക് വിട്ടു എന്ന കളവ് പറഞ്ഞത്. പക്ഷേ ഇയാൾ അന്ന് CBIക്ക് വിട്ടെന്ന് പറഞ്ഞത് ന്യായമായി ഞാൻ അന്ന് അപ്പോൾ എൻ്റെ നെറ്റ് പിടിച്ചത് ഇവൻ അത്ര പെട്ടെന്ന് പറയില്ലല്ലോ, എന്തൊരു ചതിയുണ്ടല്ലോ, അതുപോലെ സംഭവിച്ചു. ഇപ്പോൾ പറയുന്നത് എന്താണ്? CBIയുടെ ഓഫീസിൽ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റിപ്പോയി എന്ന്. നിങ്ങളത് ആലോചിക്കുന്നേ, ഈ സംസ്ഥാനത്തിന് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിടികിട്ടാപ്പിള്ളയെ സരിതയിൽ നിന്നും പരാതി മേടിച്ച് CBIക്ക് വിട്ടത് 1 മണിക്കൂർ കൊണ്ടാണ് എല്ലാം തീർത്തത്. ഇങ്ങനെ വരുന്ന ഇത്രയും ഇന്നലെ പറയേണ്ട വാക്ക് പറയുകയാണ്, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ചെയ്തിരിക്കുന്നവൾ. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, വടകരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്ന വേറൊരു ചിത്രമുണ്ട്. ഒരു വിഷ്ണു പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു പിന്നെ വിഷ്ണുവില്ലേ, ആ വിഷ്ണുവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് CPM കുടുംബമാണ്. വിഷ്ണു പ്രണോയ്. ആ വിഷ്ണുവിൻ്റെ അമ്മ അവസാനം നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കാൻ സമ്മതിച്ചില്ല. അന്ന് ഈ കണ്ണൂരിൽ നിന്ന് പിന്നീട് ADGP ആയി മാറിയിട്ടുള്ള ഇയാളില്ലേ, അല്ല മറ്റേ ആൾ കറുത്തിട്ട് ക്ലീൻ ഷേവ് എടുക്കുന്ന ഒരാളില്ലേ, മനോജ് എബ്രഹാം. ആ മനോജ് എബ്രഹാമാണ് ഇവരെ അതിക്രൂരമായി, അയാളുടെ മുഖം ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയും ക്രിമിനൽ ലുക്കുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഞാനന്ന് പത്രത്തിനകത്ത് കണ്ടതാണ്. ആ ഈ ചവിട്ടാൻ നോക്കുന്ന ചിത്രമുണ്ട് ഇയാൾ. അപ്പോൾ ഇത്ര ക്രൂരമായി അത് ചെയ്തിട്ട് ഇന്നും അതെന്താണെന്ന് ഒരു വസ്തുവായില്ല ആ സംഭവം. അതിൽ കാനം രാജേന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്ണു പ്രണോയിയുടെ അമ്മ അവിടെ നിരാഹാരം കിടക്കും, മുഖ്യമന്ത്രി ആഫീസിൽ നിരാഹാരം കിടക്കുന്ന സംഭവത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്തത്. നിങ്ങൾ ഓരോ സംഭവം എടുത്തത് മുഴുവൻ ചതിയാണ്. ഈ ചതി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഹിം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അയാൾ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വേസ്റ്റാണ്. ആ വേസ്റ്റായിരിക്കുന്ന സംഭവത്തിൻ്റെ ആകെ തുകയായി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ഥലം നേരത്തെ പിണറായി ആയിരുന്നു എങ്കിൽ, പിണറായി എന്ന് പറഞ്ഞ ഗ്രാമമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾ കേരള അടിസ്ഥാനത്തിൽ അയാളത് മാറ്റുകയും ഇതിൻ്റെ ഈ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ വർഗ ബഹുജന സംഘടനകളെയും ഇയാൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്തു. ഈ താങ്കളുടെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എന്തായിരുന്നു? അച്ഛൻ ഉള്ളത് കൊണ്ടാണ് ഇയാൾ വലുതായത്. പിന്നെ നിങ്ങളിപ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച സ്ഥലം കണ്ടില്ല? അവിടെ ഒരു EC ചെയർ ഉണ്ടായിരുന്നു, ഒരു EC ചെയർ. ആ EC ചെയറിന് അതെന്താണെന്ന് പറഞ്ഞാൽ AKG വന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു EC ചെയറാണ്. ഈ ഇവിടെ വന്നിട്ട് AKG ആണ് ദിവസം വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ അച്ഛനാണ് ഇവിടെ കൂത്തുപറമ്പിൽ മത്സരിക്കേണ്ടത് എന്ന് AKG അന്ന് അവരിലാണ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു, പിന്നെ AKG ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നത്. കുളിച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെ നേരത്തെ തൊട്ട അത്താണ് കുളിമുറിയിൽ. അന്ന് മറ്റേ കുളിമുറിയില്ല, ഇതിൻ്റെ അകത്തുള്ള കുളിമുറിയാണ്. കുളിമുറിയിൽ കുളിച്ചിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, അത് വിജയന് കൊടുക്കണം, അതാണ് നല്ലത്. എനിക്ക് പിന്നെ ഈ ആളുകൾ വന്ന് വിളിക്കുന്ന സമയത്തൊന്നും പോകാനും കഴിയുന്നൊന്നും വരില്ല, ഓൺലൈൻ യൂത്തല്ലേ, ഞാൻ മായിക്കെട്ടിയ വഴി അടീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും പോകാനും കഴിയില്ല. അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നത്. ഈ അങ്ങനെ അങ്ങ് തീരുമാനിക്കുമെന്ന് പറയുമ്പം ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന മറ്റൊരു സംഭവം എന്താ പറയുക, AKGക്ക് അത് ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പെരളശ്ശേരി സംഭവം ഉണ്ടല്ലോ, ഈ കുപ്പി കൊടുത്ത സംഭവം. ഈ കുപ്പി കൊടുത്ത സംഭവത്തിന് മേലെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് AKG ആദ്യമായും അവസാനമായും തലകുനിക്കേണ്ടി വന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഈ ചട്ടത്തിൻ്റെ മേലെയാണ്, വേറെ ഒരിക്കലുമല്ല. അപ്പോൾ ഇത് ഇയാളുടെ മെമ്മറിയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഇയാളെ MLA ആക്കിയതിനോട് മാനസികമായി യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ MVR ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാൽ പിന്നെ പാണ്ഡ്യാൽ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തീരുമാനം. അങ്ങനെയാണ് ഇയാൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും MP കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ കട്ടായ ഞാൻ പറയുകയാണ് അയാൾ ഒരു തോറ്റുണ്ടാകുമെന്ന്. ആകെ 200-300 വോട്ടാണ് ജയിച്ചിന്. അതും ഈ പിണറായി ഉണ്ടാക്കുന്ന പിന്നെ ചെറായി എന്താട്ടൻ, VP നാരായണൻ, തൊഴുത്ത കുഞ്ഞാട്ടൻ ഇങ്ങനെല്ലാം വരുന്ന ഒരു വലിയ അന്നേരത്തുണ്ടാക്കിയ ഒരു ഫിസിക്കൽ ഫോഴ്സിൻ്റെ ആൾക്കാർ അവർ പോയി ബൂത്ത് കയ്യേറിയിട്ട്
കയ്യേറി പിടിച്ചിട്ട് പിന്നെ സോഷ്യലിസ്റ്റുകാരെയും മറ്റുള്ളവരെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നിട്ടാണ് ഈ ചെറിയ വോട്ടന്ന് ജയിച്ചത്. അന്നിവിടെ ഇയാൾക്കെതിരെ മത്സരിച്ചത് താഴത്തെ രാഘവൻ എന്ന് പറയുന്ന കുടിലി ചിഹ്നത്തിൽ അന്ന് മത്സരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഇയാളുടെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വന്നത്. ആ താങ്കളുടെ പിതാവ് നൽകിയ ദാനമാണ്. അതത്ര അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. പക്ഷേ അങ്ങോട്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും ഈ നിയമസഭക്കകത്ത് 1970 ഇയാൾ നിയമസഭക്കകത്ത് ചെരിപ്പെറിഞ്ഞ് ആദ്യത്തെ ആൾ അവസാനത്തെ ഇതുവരെ വേറൊരാൾ അത്ര ഒരു ദുരന്തം ചെയ്യാനത് ചെയ്തിട്ടില്ല. അത് ചെയ്ത് കളി ചങ്ങാതിയാണ്. ഇതിനെ തുടർന്നാണ് പാർട്ടി സെൻസറിങ്ങിന് വിധേയമായി പിന്നീട് പിന്നെ MPR പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അന്ന് MPR ആണല്ലോ ഈ പാർട്ടിക്കകത്തെ പിന്നെ എന്താ പറയുക അൺക്വസ്റ്റനബിൾ ലീഡർ. അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊന്നും ആവാമെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീർന്നു. പക്ഷേ 86 കഴിഞ്ഞപ്പോൾ MPR പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ എന്തായി ഇവൻ്റെ ശുക്ർ നുദിച്ചു. ആ ശുക്ർ നുദിച്ചോടെ ഈ മാതിരി സകല പിന്നെ നമ്മുടെ തെമ്മാടികളെയും ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്തികളിലേക്ക് ഇയാൾ കൊണ്ടുവരികയും അങ്ങനെ ഇയാളുടേതായിരിക്കുന്ന ഒരു വലിയ അധോലോക സാമ്രാജ്യം ഇയാൾ നിർമ്മിക്കുകയാണ് ചെയ്തത് ശരിക്കും. അതുകൊണ്ട് ഇയാളൊന്നും ഒരിക്കലും ഒന്നല്ല ഒരു നേതാവല്ല. ഒരിക്കലും ഒരു നേതാവൊന്നുമല്ല. അത് അന്ന് അയാൾക്ക് കഴിയുകയുമില്ല. നിങ്ങളിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് വെച്ചിട്ട് ഒരു രഹസ്യമായ ഒരു ബാലറ്റ് വൈസ് സർവേ നടത്തിയെങ്കിൽ ഇയാൾക്കിടെ 0 മാർക്ക് താഴെയായിരിക്കും. 0ന് താഴെയായിരിക്കും. പക്ഷേ ഭയം കൊണ്ട് ആരും അത് പറയില്ല. ആരും പറയില്ല. ഇന്ന് വരെ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അയാൾ എവിടെയെങ്കിലും കണ്ടില്ല. നിങ്ങൾ എപ്പോൾ താഴോട്ടല്ലേ നോക്കൂ. ഇത് തന്നെ കള്ള ലക്ഷണമല്ലേ. നിങ്ങളൊരു പാർട്ടി ലീഡർ എന്ന് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനത്തിനെ ഫേസ് ചെയ്യുന്നവരല്ലേ. ഈ ജനത്തിനെ ഫേസ് ചെയ്യാതെ എപ്പോഴും തന്നെ തല താഴോട്ടാക്കിലും ഈ പിന്നെ കൂമനെ പോലെ തല താഴോട്ടാക്കി നിൽക്കുക. അതിനെന്താ കാവട്യമാണ്. എന്നിട്ടെന്ത് ചെയ്യുക പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ചെയ്യാം. നിങ്ങൾ ഈ പുറത്ത് പിണറായി വിജയൻ ഈ മിസ്റ്റർ വിജയൻ പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായ സാധനം മാത്രമേ അയാൾ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അതാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിനകത്ത് കണ്ടത്. CBI കൊടുക്കുന്നതിനകത്ത് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് അവസാനം ഇപ്പോൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്തു വെച്ച് ഇയാൾ. പിന്നെ ഇതൊന്നും ഇയാൾക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇയാൾ ഇപ്പം ആരും അയാളോട് അങ്ങോട്ട് ചോദിക്കില്ലൊന്നും. ഇത് ചോദിക്കാത്തൊരവസ്ഥയെ നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭീതിയുടെ അവസ്ഥയുണ്ടാക്കുക. ഒരാൾ ശരിക്കും അയാളുടെ നേരെ വിരൽ ചൂണ്ടിയാൽ അയാൾ തീർന്നു പോകും. ഉറപ്പാണ്. ഈ തീർന്നു പോകുന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ നിങ്ങളിപ്പോൾ നേരെ കാണാൻ പോകുന്നിരിക്കുന്ന മടയം ബാബു. ഈ ബാബുവിനെ കൊലപ്പെടുത്താനുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ബാബു അസാമാന്യമായ ശരീരത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ്. ഇയാളുടെ കൂടെ ബോഡി ഗാർഡായി പെട്ട് പണിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിയുമോ എന്നുള്ള ഭയമാണ്. ഇത്തരം ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയാണ്. ആ വിഭ്രാന്തി എന്ന് കാട്ടിക്കൊടുക്കുന്ന പേക്കൂത്തുകളാണ് വാസ്തവത്തിലെല്ലാം. അയാളൊരു നല്ല അഡ്മിനിസ്ട്രേറ്ററല്ല, അയാളൊരു നല്ല മാനേജറല്ല, അയാളൊരു നല്ല ബുദ്ധിയുള്ള ആളല്ല, അയാൾക്ക് നല്ല ഒരു എന്താ പറയുക ഹൃദയപൂർവ്വം ആരോടും സംസാരിക്കാനറിയില്ല, കരുണയില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ആരാണ് ശരിക്കും? അയാൾ മനുഷ്യനാണോ? ഒരു മനുഷ്യൻ്റേതായിരിക്കുന്ന വികാരങ്ങളും ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാലോ? ആ വികാരങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ ഇയാളുടെ മകളുടെ വിഷയം വരുമ്പോൾ ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. ആ സംഭവം എന്താ ഒന്ന് മാത്രമാണത്. ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ഇയാൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യം, പക്ഷേ എന്നേക്കാൾ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആ സാമ്രാജ്യത്തിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ തന്നെ റിവീൽ ചെയ്യപ്പെടും, പുറത്തേക്ക് വരുന്നതാണ്. അതുവഴി ഇയാൾ പിന്നെ ബുദ്ധിമുട്ടുന്നതിന് ഇയാൾക്ക് ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ നാണെന്നുള്ള ആളൊന്നുമല്ല ഇയാൾ. ആരും അത് പറയുന്നുള്ളതാണ്. ഇല്ലെങ്കിൽ CPM പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഇയാളോട് സംസാരിക്കാൻ ധൈര്യമുള്ള കൂട്ടർ ആരുമില്ലേ? ഞാൻ എത്രയോ തവണ പിന്നെ ഈ പിണറായി ലോക്കൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ AKGനെ കമ്മിറ്റിക്കകത്തിൻ്റെ ഇരുത്തിപ്പൊരിച്ചിരിക്കുന്ന പിന്നെ മിനിറ്റ്സ് എല്ലാം കണ്ട ആളാണ് ഞാൻ. AKGൻ്റെ നെഞ്ചിനെ വിരൽ ചൂണ്ടി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം വരുമ്പോഴാണെങ്കിൽ എന്താണ് അതൊരു ഡെമോക്രാറ്റിക് ആയിരിക്കും സിസ്റ്റം ഇതിനകത്ത് വരുന്നത്. ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറയുന്നത് ഐക്യമാണ്. പകരം ഇവിടെ എന്ത് ചെയ്യാന്ന് ഇയാൾ സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണമാണ് കൊണ്ടുവരുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞ ഐക്യത്തിൻ്റെ സ്ഥാനത്ത് കേന്ദ്രീകരണം കൊണ്ടുവരും. ഈ കേന്ദ്രീകരണം കൊണ്ടുവരുന്ന കൂടി എന്താണ് അത് ആൻറ്റി ഡെമോക്രസിയാണ്. യൂണിറ്റിക്കകത്ത് ഡെമോക്രസിയാണ്. താങ്കൾ ഏത് സാഹചര്യത്തെ വെട്ടിയത് എന്തൊക്കെയാണ് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള സംഭവം? അല്ല, എനിക്കിത് ഈ ഒരു സംഭവത്തിൽ അതായത് നമ്മുടെ ഇവിടെ പിണറായിൽ AKG സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായി. അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ പിണറായിൽ CMBയുടെ ഒരു പിന്നെ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പോൾ ഡോക്ടർ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ളവർ തന്നതാണ്. അതെല്ലാം ആ കെട്ടിടം നമുക്ക് തന്നു. പിന്നെ വാടക ചീട്ട് വരെ എഴുതിയിട്ടൊന്നുമില്ല. പാണ്ഡ്യാലയുടെ മകനാണെന്നുള്ളത് കൊണ്ട് കെട്ടിടം തന്നു. അപ്പോൾ ആ കെട്ടിടം ഉണ്ടായി. അതിനകത്താണ് നമ്മളൊരു പിന്നെ ഏതാണ്ട് ഒരു 2.25-3 ലക്ഷം രൂപയോളം അന്ന് ഈ പിന്നെ പിണറായി എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കി. നമ്മൾ MPR ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് ശരിക്കും നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പവർ ബാലൻസിങ് മാറ്റുക എന്നുള്ളൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് വരുന്നതോടുകൂടി എന്നാൽ ഇവർക്ക് ഭയങ്കരമായ ഒരുതരം പിന്നെ ഇതൊന്നും ആരും ഇവിടെ ചെയ്യാത്തതാണ്. 1964 CPI ഉണ്ടായി. CPM പിന്നെ മറ്റേ CPI ഉണ്ടായിരുന്നു. CPIക്കാർക്ക് എത്രയോ തവണ പവറിൽ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അവർക്ക് കിട്ടിയ ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ജനതാ പാർട്ടിക്കാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെയാണ് MBRൻ്റെ ഈ പാർട്ടി ഉണ്ടായിട്ട് ഒരു തൊട്ട് പിറ്റേത്തെ വർഷമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കണം. അപ്പോൾ അത് ഇവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക ഭീതി ഉണ്ടായിരുന്നു ശരിക്കും. ആ ഭീതിയുടെ ഭാഗവും പിന്നെ പിണറായിൽ ഇത്രയധികം ആളുകൾ ഇയാളെ ഞാനാണെന്ന് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കാവുന്നത്. കാരണം ഇയാൾ അന്നേരം ഇവിടുത്തെ MLA ആണ്. വിളിക്കാൻ പോയപ്പോൾ പിന്നെ അയാൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, എവിടെയാണ് ബാബു കെട്ടിടം? അവന് പള്ളിയുടെ നേരെ മുൻവശത്താണ്. എത്രയാണ് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു. വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു 2.25 ലക്ഷം രൂപയാണ് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ഒരു 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് ഫിഗർ നോക്ക് 3 lakh സംതിങ് ആണ്. 3 ലക്ഷം രൂപയോ? അത് അത്ഭുതത്തോടെ ചോദിക്കുന്നത്, 3 ലക്ഷം രൂപയോ? ആരാണ് കാശൊക്കെ തന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാശ് തന്ന നാട്ടുകാർ തന്ന പൈസയാണ്. ഞാൻ ഇതേ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യം എന്താ പറഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 3 ലക്ഷം രൂപ CMBയിൽ പെട്ടിരിക്കുന്ന ആളുകൾ പിരിച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി. എന്നിട്ട് ആ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് MBR നടത്തുന്ന ഉദ്ഘാടനത്തിന് ഇയാളെ അധ്യക്ഷനാവാൻ പിന്നെ സ്ഥലം MLA എന്നുള്ളവർക്ക് വിളിക്കുകയാണ് ഇയാളെ. ആദ്യം വിളിച്ചപ്പോൾ ഇയാൾ എന്നോട് വീണ്ടും ചോദിച്ചു, പിന്നെ കെട്ടിടം എവിടെയാണെന്നാണ് പറഞ്ഞതെന്ന്. ഞാൻ കെട്ടിടം പള്ളിയുടെ നേരെ മുൻവശത്താണെന്ന്. ഓഹോ, നമ്മുടെ കോൺഗ്രസ് പിന്നെ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതെ, അവരുടെ കുടുംബം അതെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇയാൾ കീശയിൽ നിന്ന് പോക്കറ്റ് ഡയറി എടുത്തിട്ട് ഇയാൾ എന്നോട് പറയാണ്, പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സെക്രട്ടേറിയറ്റാണ്, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഇയാൾ ക്ഷണിക്കാനെന്ന് വന്നിരുന്നത് നമ്മുടെ പിന്നെ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് ഡയർ ബോർഡ് മെമ്പറും കൂടി അയക്കുന്ന ഞാൻ CP എന്ന് വിളിക്കുന്നൊരു പവിത്രേട്ടനുണ്ട്. പവിത്രേട്ടനുണ്ടായിരുന്നു. അപ്പോൾ പവിത്രേട്ടൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേക്ക് വരുന്ന സമയത്ത് പവിത്രേട്ടനോട് ഞാൻ പറഞ്ഞു, പവിത്രേട്ടാ കെട്ടിടം പോകുന്നതുകൊണ്ടല്ലോ എന്ന്. ഞാനിതിങ്ങനെ പറയാൻ കെട്ടിടം പോകുന്നതുകൊണ്ടല്ലോ. അച്ഛാ അതെന്താ, ഇനി 2 തവണയാണ് അയാൾ ചോദിച്ചു ഏതാണ് കെട്ടിടം ചോദിച്ചു. ഈ ഒരു കെട്ടിടം പിന്നെ പൊളിക്കാനുള്ള ചാൻസ് ഇയാൾ കാത്തുകയായിരുന്നു. ആ ചാൻസ് ആയിരുന്നു AKG സാറിന് ആശുപത്രി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെയ്തത്. ആ കെട്ടിടം ഇല്ലാതാക്കിയാൽ കെട്ടിടം പൊളിച്ചോളൂ. അപ്പോൾ ഇത് കെട്ടിടം പൊളിക്കുന്ന നേരം ഇയാളെ തന്തയോ വാങ്ങിച്ചു തന്ന കെട്ടിടമാണോ അത്? ആണോ? ഞാൻ പാണ്ഡ്യാലോകൻ്റെ മോനായ കൂടെ ചോദിക്കായിരുന്നത് അത്. ആ കെട്ടിടം കെടുത്തരാന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കും? ഇത്രമാത്രം ഇൻഹ്യൂമനായ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് ഇതിൻ്റെ കാര്യം? എന്താണ് ഇതിന് മറുപടി ഞാൻ പറയണ്ടേ? ഇതിൻ്റെ പൈസ മുഴുവൻ തന്നെ ഇപ്പോഴും തന്നെ ഈ കേരള പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും പഴയ ജില്ലാ ബാങ്ക് അതിൻ്റെ തലശ്ശേരി ബ്രാഞ്ചിനകത്ത് ഇനോപ്പറേറ്റീവ് സെക്ഷനിൽ കിടന്നിട്ട് അത് നശിച്ചു പോവാണ് ചെയ്തത്. ആ സാധനം ഇപ്പോഴും ഇനോപ്പറേറ്റീവ് സെക്ഷൻ്റെ പൈസ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഈ ഒരു സംഭവം വന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആക്രമിക്കപ്പെടുന്നത്. ആഗ്രഹപ്പെടുന്നതോടെ ഇയാൾ ദൗത്യം പൂർത്തീകരിച്ചു. ആ ദൗത്യം എന്തായിരുന്നു? അതിന് ഞാനില്ല, ഞാൻ ഒന്നൊന്നര വർഷം ഞാൻ ആശുപത്രിയിലായി. ഒന്നുമില്ല. അപ്പം എനിക്ക് ഇപ്പോഴും നിങ്ങളിപ്പോൾ ഞാൻ ഈ ബർക്കുന്നതാണ്. ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ബർക്കും ഇതാണ്. എനിക്ക് ഒരു സാധനവും ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്ക് ആകെ ഉള്ളത് ഈ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ശബ്ദമുണ്ട്, ശരീരത്തിന് മുഴുവൻ എല്ലാം വെട്ടത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ളതാണ്. ബോഡി മുഴുവൻ തകർന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ എനിക്കൊരു മഗ് വെള്ളം എടുക്കാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ സംഭവം അതാണ്. പിണറായി വിജയന്റെ ക്രൂരതയ്ക്ക് എനിക്ക് 2 മക്കളുണ്ട്, അത്രയേ ഉള്ളൂ. 2 മക്കളെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കൈകൊണ്ട് എടുത്തില്ല. ഞാൻ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. 2 പേരും എടുക്കില്ല. പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുത്തും. ഇവിടെ ഇരുത്തിയിട്ടാകുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ. അപ്പോൾ ചില സമയത്ത് റോഡിൽ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത പിന്നെ മകൾ, ഞാൻ കരിജി എന്ന് വിളിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ മൂപ്പര് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിയിട്ട് വലിയ പ്രമാണിയിലാണ്. ഇപ്പോൾ അത് വേറെ കാര്യം. പിന്നെ ഇത് എടുത്തിട്ട് പോകുന്ന സമയത്ത് മൂപ്പര് ഇങ്ങനെ പറയും ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ എൻ്റെ മകളെ കരാട്ടെ പഠിപ്പിക്കുന്നവരെ ഞാൻ പറയുന്ന സാധനമുണ്ട്, അച്ഛനെ ഒഴികെ ആരെയും അടിക്കണം കേട്ടോ. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ 5ാം ക്ലാസ് കൂട്ടിയിട്ട് മൂപ്പരെ കരാട്ടെ പഠിപ്പിക്കുന്നത്. SLC കഴിയുമ്പോഴത്തേക്കും മൂപ്പര് കരാട്ടയിൽ സാമാന്യം തെറ്റില്ലാത്ത വിധത്തിൽ ഇതെല്ലാം കിട്ടി. പക്ഷേ അവിടെ ഇപ്പോൾ വേറെ സ്ഥലത്താണ് ഉള്ളത്, പഠിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പിന്നെ മകനാണ്, അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നത്. അപ്പോൾ ഈ 2 കുട്ടികളെ ഞാൻ എടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞാൻ എടുത്തില്ല. എനിക്ക് ഇത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാരെ ഉണ്ടാക്കിത്തന്ന് ഈ പറയുന്ന ആളല്ലേ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു കേസ് മാത്രമല്ല, ഇതിപ്പം കേരളത്തിനകത്ത് കണ്ണൂരിലകത്ത് എത്രയോ ആളുകളുണ്ട് ഇതുപോലെ ചെയ്തിട്ട്. ഒരുപാട് നമുക്ക് അൺകൗണ്ടബിളാണ്. അത്രയും കൊലപാതകം നടത്തിയിട്ടുണ്ടാവും. പിന്നെ കുടുംബം തകർക്കുക, പിന്നെ അതിനെ എന്താ പറയുക സ്കാറ്റർ ചെയ്ത് കളയുക, പിന്നെ റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ലാതാക്കി തീർക്കുക, ഇങ്ങനെല്ലാം ചെയ്യാവുന്ന എല്ലാവിധ ആൻറ്റി സോഷ്യൽ സംഭവങ്ങൾ ഇത് മുഴുവൻ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഇതിന് കാരണം എന്താ പറഞ്ഞാൽ ഇയാൾക്ക് ബേസിക്കലി പിന്നെ ഇയാൾ മാർക്സിസ്റ്റ് അല്ല. കാരണം കഴിയില്ല അയാൾക്ക് ഒരിക്കലും. മാർക്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി പിന്നെ എന്താ പറയുക നശീകരണാത്മകമായ ഒരു അവസ്ഥയിലേക്കൊന്നും ഒരു സംഭവമാക്കി ഉണ്ടാവില്ല. അങ്ങനെ സാധനമാക്കില്ല. മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. മാർക്സ് പിന്നെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാം അനുഭവിച്ചിട്ടുള്ള സമയത്ത് എത്രയോ തവണ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് വാടകക്കാരൻ വരുന്ന മാർക്സ് ഓടുന്നുണ്ട്. മാർക്സ് ഓടിക്കളി കഴിഞ്ഞാൽ
അപ്പോൾ മാർസിൻ്റെ ഭാര്യ ജെന്നി ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കടക്കാരനൊന്നുമില്ല, അല്ലെങ്കിൽ ഇവർ ഇത് കൊടുക്കുന്നേരം ഇവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഫോർക്കുണ്ട്. ലാസ്റ്റിൽ അവർ കൊണ്ടുപോയി കൊടുത്തത് ഫോർക്കാണ്. ആ ഫോർക്ക് കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടാണ് 1.5 വർഷക്കാലത്തോളം പിന്നീട് വാടക കൊടുക്കാതെ ഈ ഫോർക്കിൻ്റെ പൈസയും കൊണ്ട് അവർ ഒപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പോകുന്നൊരു ജീവിത ബന്ധാവിനകത്ത് മാർസിൻ്റെ 3 മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. മൂറെന്ന് പറയുന്ന ഒരു കുഞ്ഞി, പിന്നെ ആ ഏക ആൺതരി, ആ കുട്ടിക്ക് എന്താകാന്ന് പറഞ്ഞാൽ താങ്കൾ ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അയാൾ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ ശാസ്ത്രം പിന്നെ മനുഷ്യന് പകരമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംഭവമാണ്. അത് മേരി ഷെല്ലി എന്ന് പറയുന്ന ഷെല്ലിയുടെ പിന്നെ ഭാര്യയാണ് മേരി. അവർക്ക് ഒരു പനിയുള്ള ദിവസമാണ് അവർ ഈ പറയുന്ന നോവൽ എഴുതുന്നത്. ഒരു വളരെ ചെറിയ സാധനമാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ. ആധുനിക കേരളത്തിനകത്തെ അല്ലെ ആധുനിക ഇന്ത്യക്കകത്തെ ഫ്രാങ്കൻസ്റ്റൈനാണ് ഈ നരപിശാചിരി. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ഒരു നന്മയും ഒരു നീതി ഒന്നും നെവർ യു എക്സ്പെക്റ്റ്, ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അയാൾ മനുഷ്യനല്ലപ്പാ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസ് എടുത്തിരിക്കാൻ മാസപ്പടി വിവാദം, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ശരിക്കും BJP-യുമായുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് ഞാൻ പറയാം. ഈ ഇലക്ഷൻ സമയമാണ്. ഇല്ലെങ്കിൽ BJP-ക്ക് ഈ തവണ അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയറുണ്ട്, സാധാരണ നിലയിൽ കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഷെയറുണ്ട്. ആ വോട്ട് ഷെയറിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഇടിവ് അവർക്ക് സംഭവിക്കും. ആ ഇടിവ് സംഭവിക്കാനുള്ള കാരണം പിന്നെ ലാവലിംഗ് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, സ്പ്രിംഗ്ലർ വിവാദം, ഇങ്ങനെയെല്ലാം വരുന്ന എല്ലാ സംഭവത്തെയും, ഡോളർ കടത്ത് കേസ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിനകത്തും എന്താ പറഞ്ഞാൽ ഇത്രയും കേസ് ഉണ്ടായിട്ട് കൂടി ഈ മനുഷ്യനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ അറസ്റ്റ് ചെയ്യാതെ ഇത്രയും സുരക്ഷിതമായി ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഏക മുഖ്യമന്ത്രി ആരാ? ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ. അത് ഈ പറയുന്ന യൂസ്ലെസ്സായ മുഖ്യമന്ത്രിയാണ്. ഇതിന് ആരാണ് ഇയാളുടെ ബാക്കിംഗ്? ആരാണ്? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആ പ്രധാനമന്ത്രിയുമായി ബന്ധമുള്ളവർ നൽകുന്ന പിന്നെ എന്താ പറയുക, പിന്നെ കൈയഴച്ച എന്താ പറയുക, പിന്നെ